വൺ പ്ലസ് നോഡ് CE6ന്റെ 4 റെഡ് ഫ്ലാഗ്സും നിങ്ങളിത് വാങ്ങാതിരിക്കാനുള്ള 3 കാരണങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയും. ദിസ് ഇസ് ഡാറ്റ് ഫ്രം റെഡ് ഫ്ലാഗ്സ് ഇൻ ടെക്. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ അത് വാങ്ങാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്റ്റേ ട്യൂൺ. റെഡ് ഫ്ലാഗ് നമ്പർ 1 ഇതിന്റെ ക്യാമറയാണ്. 50 മെഗാ പിക്സൽ എന്നും പറഞ്ഞ് വളരെ വലിയ ബാനറിൽ മാർക്കറ്റ് ചെയ്താലും നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഇതിന്റെ സെൻസർ എന്ന് പറയുന്നത്. അതായത് പണ്ട് സോണിയുടെയും സാംസങ്ങിന്റെ ഹൈ ക്വാളിറ്റി സെൻസേഴ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ ഇമേജിനെ ക്യാപ്ചർ ചെയ്തെടുക്കും. ഈ സെൻസറാണ് ഇമേജിനെ ക്യാപ്ചർ ചെയ്തെടുക്കുന്ന സാധനം. പക്ഷേ ഇപ്പോൾ 12,000 രൂപയുടെ ഒക്കെ ഫോണിൽ ഉപയോഗിക്കുന്ന വളരെ ലോ ക്വാളിറ്റി ആയ സെൻസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ക്വാളിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവർ ചെയ്യുന്നതാണ് AI കൊണ്ടുവന്ന് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിക്കാമെന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പല യൂസറും പറയുന്നത് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് ഒന്ന് ലോഡായി ഒന്ന് പ്രോസസ്സായി വരാൻ. 1. 2, നിങ്ങളിപ്പോ വളരെ മൊമെന്റ് പറയുന്ന ഒരാളാണെങ്കിൽ, അതായത് വല്ല പട്ടിയുടെയോ പൂച്ചയുടെയോ കുട്ടികളുടെയോ അല്ലെങ്കിൽ വല്ല സ്പീഡിൽ പോകുന്ന സാധനങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അത് രസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കൂല. 1, ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. 2, കുറച്ച് ബ്ലറും. കാരണം ഇത് പ്രോസസ് ചെയ്ത് അങ്ങോട്ട് ഇമേജ് ആക്കി കൊണ്ടുവരണ്ടേ നമ്മുടെ മുമ്പിൽ. സോ ദയവ് ചെയ്ത് ക്യാമറ പ്രതീക്ഷിച്ചിട്ട് ഈ ഫോൺ വാങ്ങരുത്. റെഡ് ഫ്ലാഗ് നമ്പർ 2 ഓവർ ഹീറ്റിംഗ് ആണ്. 30 മിനിറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സാധനം ഹീറ്റ് ആകാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൺ പ്ലസ് ഈ സാധനത്തിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 7s Gen 4ഉം 8000 mAh ഏറ്റവും വലിയ ബാറ്ററി ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. എന്നാലോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റമും കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ആലോചിക്കുക, നമ്മളൊരു മാരുതി 800 വണ്ടിയുടെ അകത്ത് ഒരു BMW ഭയങ്കര സ്പോർട്സ് കാറിന്റെ എഞ്ചിൻ എടുത്ത് വെച്ചുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇവനിങ്ങനെ അതാണ് ഈ സ്നാപ്ഡ്രാഗൺ ഈ പ്രോസസ്സർ ഇവനിങ്ങനെ ഓടിക്കാം. ഇവന് ഓടിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? BMW ആയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് ഇല്ലക്കാട്ട ഗ്രില്ലും കാറ്റ് കയറാനുള്ള സെറ്റപ്പും വളരെ കൂളിംഗ് സെറ്റപ്പും എക്സോസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ മാരുതി കാറിന് ഈ സംഭവങ്ങളൊന്നുമില്ല. ഇത്ര വലിയ എഞ്ചിൻ ഇതിന് പറ്റില്ലെന്നേ. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണമാണ് ഈ ഹീറ്റ് പതുക്കെ ബോഡിയിലേക്കും ഡിസ്പ്ലേയിലേക്കും സൈഡിലും കാര്യങ്ങൾക്കായിട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ഈ 8000 mAh ബാറ്ററി ഒന്നും പവർ ഇങ്ങനെ വലിക്കാം. എന്ത് ഈ സ്നാപ്ഡ്രാഗന്റെ ഇത്രയും വലിയ അത് ചെറിയ ചെറിയ ടാസ്കുകൾക്ക് പോലും ഇത് പ്രോപ്പർലി ഈ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകൾക്ക് പോലും ഒത്തിരി പവർ വലിക്കുമ്പോൾ ഒത്തിരി ഹീറ്റ് ജനറേറ്റ് ആവും. അതിങ്ങനെ പുറത്തേക്ക് ചാടും. അങ്ങനെയാണ് ഹീറ്റിംഗ് വരുന്നത്. അപ്പൊ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വലിയ പ്രോസസ്സറും ഇത്രയും വലിയ കൊമ്പൻ ബാറ്ററി വെച്ചിരിക്കുന്നത്. പക്ഷേ ചൂടിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. റെഡ് ഫ്ലാഗ് നമ്പർ 4 ഇതിന്റെ HDRും ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഈ HDR എന്ന് പറയുന്നത് എന്താ സംഭവം? അതായത് നമ്മളിപ്പോ ഒരു മൂന്നാറിലൊക്കെ പോയി ഒരു സീനറി ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബ്രൈറ്റ് സ്കൈയും ഒരു മലയുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഫോൺ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമ്മളിപ്പോ മല നിൽക്കുമ്പോൾ മല കുറച്ച് ബ്രൈറ്റ് ആയിട്ട് സ്കൈ കുറച്ച് ഡിമ്മായിട്ട് ഇങ്ങനെ ഫോക്കസ് ആവില്ലേ? അല്ലെങ്കിൽ സ്കൈ നിൽക്കുമ്പോൾ സ്കൈ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് മല ഇത്തിരി ഡാർക്ക് ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ ഫോക്കസ് ആയി ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ പല പല റേഞ്ചിൽ ഒരു ഫോട്ടോ തന്നെ അല്ലെങ്കിൽ ഒരു ഇമേജ് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പൊ ഈ HDR നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇതെല്ലാം ഒരു 4-5 ഫോട്ടോസ് എടുത്ത് വെക്കും ഈ സാധനം. ഇത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ISP എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ വെച്ചിട്ട് ഇവനെല്ലാം ഇങ്ങനെ തുന്നി ഏറ്റവും നല്ല ഫോട്ടോ ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യും. എന്നാലോ ഈ ഫോണിൽ ഇത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ, ഇതിൻ്റെ അകത്തുള്ള പുതിയ സ്നാപ്ഡ്രാഗൺ 7s Gen 4 ഭയങ്കര വലിയ ആനക്കാട്ട ലേറ്റസ്റ്റ് ചിപ്സെറ്റ് കയറ്റി വെച്ച് നമ്മളെ കവളിപ്പിക്കുന്നത് കൊണ്ട്, എന്നാലോ ഇതിന്റെ സോഫ്റ്റ്വെയർ ഇതിനൊക്കെ ഒപ്റ്റിമൈസ് ആകാത്തത് കൊണ്ട് HDR വലിയ വർക്കാകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ ലൈൻ ഫോട്ടോഗ്രാഫിയും മര്യാദക്ക് വർക്കാകത്തില്ല. അതേപോലെ തന്നെ ചിലപ്പോ ഒക്കെ ഓവർ ബ്രൈറ്റ് ഫോട്ടോസും ഓവർ ഡാർക്ക് ഫോട്ടോസും എന്തോ പോലെ ഇരിക്കുന്ന ഫോട്ടോസ് ഒക്കെ വരാറുണ്ട്. ഇതിന്റെ മേലെയാണ് ഞാൻ ആദ്യം പറഞ്ഞ AI ഒരു AI വെച്ചിട്ട് ഒന്ന് ബൂസ്റ്റ് ആക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് ആണ് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം. അങ്ങനെയാണ് റെഡ് ഫ്ലാഗ് 4. ഇനി ആരൊക്കെ ഇത് ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ആൾ റാൻഡം ആയിട്ട് എവിടെയെങ്കിലും കാണുന്ന ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കരുത്. ചെയ്യാൻ പറ്റും, പക്ഷെ ഒത്തിരി കഷ്ടപ്പെടും. ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു സിംപ്ലിസിറ്റിയും കിട്ടത്തില്ല. രണ്ടാമത്, ഇത് ഭയങ്കര സൈസാണ്. 215 ഗ്രാമോളം ഉണ്ട് ഈ സാധനത്തിന്.
ഏഹ് ഐഫോൺ 17 പ്രോ തന്നെ 204 ഗ്രാം എന്തോ ഉള്ളൂ. അപ്പൊ ഭയങ്കര സൈസും ഭയങ്കര വെയിറ്റ് ആണ്. ബെൽറ്റ് ഒക്കെ ഇടാതെ ജീൻസ് ഇട്ടങ്ങ് ജീൻസ് ഊരിപ്പോകും. അപ്പൊ അത്രയും വലിയ ഇഷ്ടിക കഷ്ണം കൊണ്ടു നടക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങരുത്. പിന്നെ ഇത് 3 വർഷത്തെ 4 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 30,000 രൂപ മുടക്കാൻ 37,000 രൂപ മുടക്കാൻ ടൈപ്പ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് നിൽക്കരുത്. ഇത് 2 ഓവേഴ്സ് അപ്ഗ്രേഡ്സ് ഒക്കെ കിട്ടുള്ളൂ അടുത്ത 3 വർഷത്തില്. ഓൾസോ അറിയാലോ ഇതിന്റെ അവസ്ഥ ഏകദേശം പറഞ്ഞത് മനസ്സിലായല്ലോ. പിന്നെ പല ആൾക്കാരും ഇത് റിട്ടേൺ ചെയ്യാൻ പോകുമ്പോൾ ഇവർ പറയുന്നത് സർവീസ് സെന്ററിലേക്ക് പോകാനാണ്. നിങ്ങളിപ്പോൾ ഒരു ടയർ 2, ടയർ 3 സിറ്റീസിലേക്കാണ് താമസിക്കുന്നതെങ്കിൽ ആ OnePlusന്റെ സർവീസ് സെന്റർ എവിടെ കാണാനാണ്? അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പാടില്ലാത്തതിന്റെ റീസൺസും 4 റെഡ് ഫ്ലാഗ്സും. സോ ദിസ് ഈസ് ഡാൻ. ഞാൻ ബേസിക്കലി ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയൊക്കെ റിവ്യൂസ്, നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ റിവ്യൂസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണ് എൻ്റെ മിഷൻ. അങ്ങനെ നിങ്ങൾ ബെറ്റർ ഡിസിഷൻസ് എടുക്കുകയും ബെറ്റർ കസ്റ്റമേഴ്സ് ആകുകയും, ഒരു പ്രൊഡക്റ്റ് എപ്പോഴും 100% പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് എന്താവരുത്, ഹൈലി യൂജ് ആകരുത്. ഒരു പ്രൊഡക്റ്റിന് ഇത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര കിട്ടുള്ളൂ, ആ എക്സ്പെക്ടേഷൻസിനുള്ളിൽ വാങ്ങാൻ പാടുള്ളൂ. ആ എക്സ്പെക്ടേഷൻസ് നേരാക്കാനും കൂടെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ